നമസ്കാരം, ഞാൻ സാബു വെള്ളാരപ്പള്ളി. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് 12 പേർ അടങ്ങുന്ന ഒരു ടീമിൻ്റെ സിംഗപ്പൂർ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. സിംഗപ്പൂർ എയർപോർട്ട് എന്ന് വെച്ചാൽ സാങ്കേതികവിദ്യ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു എയർപോർട്ടാണ്. ഏറ്റവും പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷൻ പരിപാടികൾ പൂർത്തീകരിച്ച് പുറത്തിറങ്ങാൻ കഴിയും. വളരെ ഭംഗിയുള്ള ഒരു എയർപോർട്ടാണ് സിംഗപ്പൂർ ലീ ഷാങ്കി എയർപോർട്ട് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ലഗേജ് എല്ലാം കളക്ട് ചെയ്ത് ഞങ്ങൾക്കായി കാത്തു നിന്ന ടെമ്പോ വാനിൽ ഹോട്ടലിലേക്ക് പുറപ്പെട്ടു. ഏതാണ്ട് 20 മിനിറ്റ് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ള ഹോട്ടൽ ബോസിൽ എത്തി. വലിയ ഹോട്ടലാണ്, ഏതാണ്ട് 1200ഓളം മുറികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ തിരക്കുണ്ട് ലോബിയിൽ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ സോൾട്ട് ആൻഡ് പെപ്പർ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഹോട്ടൽ ബോസിനോട് ചേർന്നിട്ടുള്ള ഒരു കൗതുകമാണ് മസ്ജിദ് മലബാർ, മലയാളികൾ നടത്തുന്ന ഒരു മോസ്ക്. ഇന്നിനി ഉച്ചവരെ സിറ്റി ടൂറാണ്. നല്ല അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ ധാരാളമാണ് ഈ നഗരത്തിൽ. ആദ്യത്തെ സ്റ്റോപ്പ് ഒരു ജയൻറ്റ് വീലിലാണ്. വളരെ വലിയൊരു ജയൻറ്റ് വീലാണിത്. നമ്മൾ നാട്ടിലൊക്കെ കാണുന്നത് വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ വലുത്, നല്ല ഉയരത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്ന്. കറങ്ങുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ. വളരെ പതുക്കെയാണ് കറക്കം. ഏതാണ്ട് അരമണിക്കൂറോ അതിലധികമോ ഒക്കെ എടുക്കും ഒരു റൗണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറാൻ മുതിർന്നില്ല. ഉച്ചയ്ക്ക് മുമ്പ് കുറേ കൂടി കണ്ടു തീർക്കേണ്ടതുണ്ടല്ലോ. സിംഗപ്പൂരിലെ കെട്ടിടങ്ങളുടെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി എടുത്തു പറയേണ്ടത് തന്നെ. ഇവിടെ വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ടു. എല്ലാവരും പുറത്തിറങ്ങി. വിക്ടോറിയ തിയേറ്ററിൻ്റെ ചുറ്റുമുള്ള പൂന്തോട്ടം, ചെറിയ ഒരു അരുവി, അതിന് പുറകെ മുകളിലൂടെ പോകുന്ന പാലം, അങ്ങ് ദൂരെ കാണുന്ന കെട്ടിടങ്ങൾ, നല്ല ഒരു ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ നിന്ന്. ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റിയ ലൊക്കേഷൻസുമുണ്ട്. എല്ലാവരും സെൽഫിയും അല്ലാതെയും ഒക്കെ ആയിട്ട് ഫോട്ടോ എടുത്ത് തിമിർക്കുകയാണ്. ചില ഭംഗിയുള്ള പ്രതിമകൾ ഇവിടെ കാണാൻ സാധിക്കും. അടുത്ത സ്റ്റോപ്പ് മെർലയോൺ സ്റ്റാച്യുവിനടുത്തുള്ള വാട്ടർ ഫ്രണ്ടാണ്. ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ സിംഹത്തിൻ്റെ മുഖമുള്ള ഒരു പ്രതിമയാണ്. മെർലയോൺ സ്റ്റാച്യു എന്നാണ് ഇതിൻ്റെ പേര്. സദാ വെള്ളം തുപ്പിക്കൊണ്ട് നിൽക്കുന്ന ഈ സ്റ്റാച്യുവിൻ്റെ മുന്നിൽ നിന്ന് നല്ല ഒരു വ്യൂ, നേരത്തെ കണ്ട ജയൻറ്റ് വീല്, സ്കൈ പാർക്ക് തുടങ്ങി ഭംഗിയുള്ളൊരു വ്യൂ ഇവിടെയുണ്ട്. ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്ന, സമയം ചെലവഴിക്കുന്ന ഒരു വാട്ടർ ഫ്രണ്ടാണ് മെർലയോൺ സ്റ്റാച്യുവിന് സമീപമുള്ള ഈ വാട്ടർ ഫ്രണ്ട്. ഇതൊരു ചൈനീസ് ടെമ്പിളാണ്. വലിയ തിരക്കൊന്നുമില്ല.
ആരാധനകളൊന്നും നടക്കുന്നതായിട്ട് കാണുന്നുമില്ല. കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ചു. ലഞ്ചിന് ശേഷം നൈറ്റ് സഫാരി കാണുവാനായിട്ടാണ് ഞങ്ങൾ പോയത്. രാത്രി ഒരുപാട് മൃഗങ്ങളെ കാണുന്ന സൂ ആണ് നൈറ്റ് സഫാരി എന്ന് പറഞ്ഞാൽ. എന്നാൽ ഒന്നും തന്നെ ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. കാരണം നല്ല ഇരുട്ടായിരുന്നു. വെളിച്ചമുണ്ടെങ്കിലും ക്യാമറയ്ക്ക് പറ്റിയ വെളിച്ചം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് കൃത്യമായി അതൊന്നും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ദിവസം സിംഗപ്പൂരിലെ. ഇന്ന് ഉച്ചവരെ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും ഉണ്ടായിരുന്നില്ല. റൂമിൽ കിടന്ന് യാത്രാക്ഷീണം മാറുന്നതുപോലെ വരെ റെസ്റ്റ് എടുത്തു. ഉച്ചയ്ക്ക് സോൾട്ട് ആൻഡ് പെപ്പറിൽ നിന്നും ലഞ്ച് കഴിച്ചതിന് ശേഷം സെൻറ്റോസ ദ്വീപിലേക്കുള്ള ഐലൻഡിലേക്കുള്ള യാത്രയാണ്. നേരെ ഐലൻഡിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് മൗണ്ട് ഫാബർ പീക്ക് അവിടേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് കേബിൾ കാറിലാണ് സെൻറ്റോസയിലേക്ക് പോകേണ്ടത്. സെൻറ്റോസയിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ എല്ലാ ആക്ടിവിറ്റീസും കാണാൻ സാധ്യമല്ല. ചിലത് കാണുക എന്നുള്ള ഉദ്ദേശത്തിൽ, ആസ്വദിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. ഇതാണ് മൗണ്ട് ഫാബർ പീക്ക് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ഫൈബർ കേബിൾ കാർ ആരംഭിക്കുക. സമുദ്രത്തിന് മുകളിലൂടെ വളരെ ഉയരത്തിലുള്ള കേബിൾ കാറാണ് സെൻറ്റോസ ഐലൻഡിലേക്ക് പോകുന്നത്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ കേബിൾ കാറിലെ യാത്ര എന്ന് പറയുന്നത്. കേബിൾ കാർ ഇടയ്ക്ക് ഒരു സ്റ്റേഷനിലെത്തി. അവിടെ ഞങ്ങൾ ഇറങ്ങിയില്ല. വീണ്ടും സമുദ്രത്തിന് മുകളിലൂടെ മുന്നോട്ട്. താഴെ സുന്ദരമായ കാഴ്ചകളാണ്. അങ്ങ് ദൂരെ ഒരു വാട്ടർ തീം പാർക്ക് കാണാൻ സാധിക്കും. നിബിഡ വനങ്ങൾ. സിംഗപ്പൂരിലെ പ്രധാന ദ്വീപിൻ്റെ തെക്കൻ തീരത്ത് ആണ് സെൻറ്റോസ എന്ന ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മുമ്പ് ഒരു ബ്രിട്ടീഷ് സൈനിക താവളമായിട്ടും പിന്നീട് ജാപ്പനീസ് തടവുകാരുടെ ക്യാമ്പായും ഒക്കെ ഉപയോഗിച്ചിരുന്നതാണ്. 1970 സെൻറ്റോസ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടുകൊണ്ട് സന്ദർശകരെ സ്വീകരിക്കുന്ന റിസോർട്ടായി ദ്വീപായി മാറിയത്. 25 ദശലക്ഷം സന്ദർശകരാണ് ഒരു വർഷം ഇവിടെ സന്ദർശിക്കുന്നത്. സെൻറ്റോസ ദ്വീപിൽ സഞ്ചരിക്കുവാനായിട്ട് ബസ് സർവീസ്, ഈ റോസ് കളറുള്ള ബസ്സൊക്കെ ഫ്രീ ആണ്. ട്രിക്ക് ഐ മ്യൂസിയം, ഇതൊരു 3D മ്യൂസിയമാണ്. പല തരത്തിലുള്ള ഫോട്ടോകൾ ഇവിടെ എടുക്കാൻ സാധിക്കും. കണ്ണുകളെ വഞ്ചിക്കുന്ന ഫോട്ടോകൾ. ഒരു ആപ്പ് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ചിത്രീകരിക്കേണ്ടത്. ഇപ്പോഴാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭംഗി നമുക്ക് നമ്മുടെ ഫോട്ടോയിൽ കിട്ടുകയുള്ളൂ. ഇത് എൻ്റെ സാധാരണ ക്യാമറ വെച്ചെടുത്ത ഫോട്ടോയാണ്. ട്രിക്കൈ മ്യൂസിയത്തിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി ബീച്ചിലേക്കാണ് പോയത്. സുന്ദരമായ ബീച്ചാണ്. കുട്ടികൾ കളിയിലും ചിരിയിലുമൊക്കെയായിട്ട് ഏർപ്പെട്ടിരിക്കുന്നു. ഒരുപാട് സന്ദർശകർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. തിരകൾ കാര്യമായി ഇല്ലാത്ത ഒരു ബീച്ചാണിത്.
ഒരുപാട് അഡ്വഞ്ചർ സ്പോർട്സുകൾ ഈ ബീച്ചിലുണ്ട്. ചില അതിഥികൾ ഇവിടെ കാണാൻ സാധിക്കും. ഉടുമ്പ്, ബങ്കി ജമ്പിങ്ങിൻ്റെ സ്റ്റേഷനാണ് ഈ കാണുന്നത്. കുറച്ചു നേരം കാത്തു നിന്ന് നോക്കിയെങ്കിലും ആരും ചാടുന്നതായി കണ്ടില്ല. ഇവിടെയും കാണാം സെൻറ്റോസ ദ്വീപിലെ കേബിൾ കാർ. സെൻട്രൽ ബീച്ച് ബസാർ, അതിനടുത്ത് കാണുന്നതാണ് ഇവിടുത്തെ ഒരു മെട്രോ സ്റ്റേഷനാണ്. മെയിൻ ദ്വീപുമായി ഉള്ള കണക്ഷൻസ് ഇവിടെ നിന്നുണ്ട്. ഇനി ഇന്ന് അവസാനത്തെ ഒരു പരിപാടി വിങ്സ് ഓഫ് ടൈമാണ്, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. Strange boy. Now that sounds like an adventure. Can I come along? Oh, Rachel, are you okay? Hi, I'm Rachel, by the way. Hello, Rachel. The grumpy one is my friend Felix. സിംഗപ്പൂരിലെ മൂന്നാമത്തെ പ്രഭാതം. രാവിലെ എഴുന്നേറ്റ് ഹോട്ടൽ ബോസിലെ റെസ്റ്റോറൻറ്റിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. തയ്യാറായി 9 മണിക്ക് തന്നെ യാത്ര പുറപ്പെട്ടു. സിംഗപ്പൂരിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പങ്ക്ച്വാലിറ്റിയിൽ അവർ വളരെ മുന്നിലാണ്. യൂറോപ്യൻ കൺട്രീസ് അവിടെയൊക്കെയുള്ള പോലെയുള്ള പങ്ക്ച്വാലിറ്റി ഇവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൃത്യസമയത്ത് ലോബിയിൽ എത്തിയിരുന്നില്ല. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഡ്രൈവർ അപ്പോൾ കിട്ടിയ ആളുകളെ 8 പേരെ കൊണ്ട് വണ്ടി പുറപ്പെട്ടു. ബാക്കിയുള്ള 4 പേർക്ക് ഒരു ടാക്സി വിളിച്ച് വരേണ്ടി വന്നു. ഇന്നത്തെ പോക്ക് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്കാണ്. സിംഗപ്പൂരിലെ സെൻറ്റോസയിലാണ് ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോ എന്ന പേരുള്ള തീം പാർക്ക്. 7 തീം സോണുകളിലായിട്ട്
ആകെ 28 റൈഡുകൾ, വ്യത്യസ്ത ഷോകൾ, മറ്റു ആകർഷണങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന തീം പാർക്കാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ പൂർണ്ണമായി ദിനം മുഴുവൻ അവിടെയാണ് ഞങ്ങൾ ചിലവഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്ന സംഗതികളല്ല യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലുള്ളത്. ലോകത്തെ എമ്പാടുമുള്ള 5 യൂണിവേഴ്സൽ സ്റ്റുഡിയോകളിൽ ഒന്നാണ് സിംഗപ്പൂരിലുള്ളത്. സോനിയറുകൾ മേടിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി നോക്കി. ഡോളറിലുള്ള വില കേട്ടപ്പോൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. നടക്കുന്ന വഴിയിൽ കൗതുകകരമായ കാഴ്ചകൾ ഒരുപാടുണ്ട്. ഫോട്ടോയ്ക്ക് പറ്റിയ നിരവധി ഫോട്ടോ പോയിന്റുകളുമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷോയിലേക്കുമുള്ള നീണ്ട ക്യൂവിലെ കാത്തിരിപ്പാണ്. Lock it up on the valve. Roll playback. Cue the sun. Cue the waves. Cue the thunder. System. A Category 4 hurricane with sustained winds of 125 miles an hour is making landfall in New York. All residents are instructed to seek shelter immediately. This is the emergency broadcast system. Everybody is urged to remain calm. The authorities have the situation under control. കടന്നു ചെല്ലുമ്പോൾ തന്നെ കാണുന്ന റോളർ കോസ്റ്റർ ഒരു ഗംഭീര സംഭവം തന്നെ. തീർച്ചയായും കാണേണ്ട ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു റിവെഞ്ച് ഓഫ് ദ മമ്മി എന്ന മമ്മികളുടെ ആയി ബന്ധപ്പെട്ട ഒരു സ്റ്റുഡിയോ. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, റിപ്പയറിന് വേണ്ടിയിട്ട് അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. പുറത്തു നിന്ന് കുറച്ച് ഫോട്ടോകളെടുത്ത് തിരിച്ചു പോരേണ്ടി വന്നു. ഓരോ റൈഡ് കാണുമ്പോഴും അതിൽ കയറിയാൽ കൊള്ളാം എന്നുണ്ട്. എന്നാൽ സമയക്കുറവ് ഒരു പ്രശ്നമായി തന്നെ നിൽക്കുന്നു. ദ ലോസ്റ്റ് വേൾഡ് ജുറാസിക് പാർക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു റൈഡാണ്. കാട്ടിനുള്ളിലൂടെ ചെറിയ ബോട്ടിൽ നമ്മെ കൊണ്ടുപോയിക്കൊണ്ട് പേടിപ്പിക്കുന്ന ചില സംഭവങ്ങളിലൂടെ കടത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുക. കുറച്ച് നനയും എന്നുള്ളതിനാൽ ക്യാമറ പതുക്കെ അകത്ത് സൂക്ഷിച്ചുകൊണ്ടാണ് റൈഡിൽ പങ്കെടുത്തത്.
വലിയ പേടി തോന്നാത്തൊരു റൈഡാണ് ഇതെന്ന് തോന്നിയത് കൊണ്ട് മിക്കവരും ഇതൊന്ന് പരീക്ഷിച്ചു. സ്റ്റണ്ട് ഷോ, അമേസിംഗ് പെർഫോമൻസ്. 来到水世界特效表演，请注意，此表演的音效、枪声及。 ഉച്ചഭക്ഷണം ഇവിടെ നിന്ന് തന്നെ പൂർത്തീകരിച്ചു. നമസ്കാരത്തിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. കണ്ട കാര്യങ്ങൾ മുഴുവൻ ക്യാമറ കണ്ണുകളാൽ ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടില്ല. പലയിടത്തും അതിനുള്ള അനുവാദമുണ്ടായിരുന്നില്ല. മറ്റു പലയിടങ്ങളിലും അതിനുള്ള വെളിച്ചവും ഉണ്ടായിരുന്നില്ല. വ്യത്യസ്ത റൈഡുകളിൽ കയറിയിരുന്നതിനാൽ എല്ലാവരും പല വഴിക്ക് വിരിഞ്ഞിരിക്കുന്നു. ഇനിയും കുറച്ച് സമയം കൂടി ഇവിടെയൊക്കെ ചിലവഴിക്കേണ്ടതുണ്ട്. അപ്പോഴേക്കും വൈകുന്നേരമാകും. ഞങ്ങളെ ഇറക്കിവിട്ട ഇടത്ത് തന്നെ പിക്ക് ചെയ്യാനായിട്ട് വാൻ എത്തും. അതോടുകൂടി ഇന്നത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. സിംഗപ്പൂരിലെ നാലാമത്തെയും അവസാനത്തെയും ദിനമാണ് ഇന്ന്. വൈകിട്ട് കുറച്ച് ഷോപ്പിംഗ് എല്ലാം ഉണ്ട്. ഉച്ചവരെ സൈറ്റ് സീയിങ് തന്നെയാണ്. ഇന്നത്തെ യാത്ര ഗാർഡൻസ് ബൈ ദ ബേ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. മറീന റിസർവോയറിനോട് ചേർന്നുള്ള സിംഗപ്പൂരിലെ സെൻട്രൽ റീജിയനിൽ ഏതാണ്ട് 101 ഹെക്ടർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഉദ്യാനമാണ് ഗാർഡൻസ് ബൈ ദ ബേ. വാട്ടർ ഫ്രണ്ടായിട്ടുള്ള ഈ ഗാർഡനിൽ ഒരുപാട് കാഴ്ചകളാണ് ഒരുക്കി വച്ചിട്ടുള്ളത്.
കാണുന്നതാണ് സൂപ്പർ ട്രീ. ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ സാധിക്കും. നല്ല ഉയരത്തിലുള്ള ഒരു സൈറ്റ് സീയിങ് ഇവിടെ നിന്ന് സാധ്യമാണ്. സിംഗപ്പൂരിൻ്റെ ഏതാണ്ട് എല്ലാ കാഴ്ചകളും ഈ സൂപ്പർ ട്രീയുടെ മുകളിൽ നിന്നുകൊണ്ട് കാണാൻ സാധിക്കും. മുകളിൽ കാണുന്ന ലോണിൽ ചുറ്റുപാടേക്കും ഒരുപാട് ഫോട്ടോ പോയിന്റുകളുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട എല്ലാ സ്ഥലങ്ങളും ഇവിടെ നിന്ന് അതിൻ്റെ ലോങ് സൈറ്റ് ലഭ്യമാണ്. മനോഹരമായ കാഴ്ചയാണ് സൂപ്പർ ട്രീയുടെ മുകളിൽ നിന്നും ഉള്ളത്. ആകാശത്ത് നല്ല കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട്. ഒരു മഴയ്ക്കുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നു. സൂപ്പർ ട്രീയുടെ മുകളിൽ ചെറിയ കഫറ്റേറിയ ലഭ്യമാണ്. അതുപോലെ തന്നെ 4 ഭാഗങ്ങളിലേക്കുള്ള വ്യൂ കാണുന്നതിന് വേണ്ടിയിട്ട് നടക്കുവാനുള്ള ഒരു പാത്ത് വേ ഉണ്ട്. ആ ഭാഗത്തു നിന്ന് കാണുന്ന ആ സീൻ ഒരു ഫോട്ടോയായി അവിടെ വച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. പോകുന്ന വഴിയിൽ കാണുന്ന ചില കലാവിരുതുകൾ ഭംഗിയായി വരച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് പ്രധാനമായി കാണാനുള്ളത് ക്ലൗഡ് ഫോറസ്റ്റാണ്. വളരെ ഭംഗിയായി രൂപീകരിച്ചിരിക്കുന്ന ഒരു ഗ്രീൻ ഹൗസ്. വെള്ളച്ചാട്ടങ്ങളും പൂക്കളും കിളികളും മലകളും തുടങ്ങിയിട്ട് എല്ലാം ഈ വീടിൻ്റെ ഉള്ളിൽ, ഈ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആളുകൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം പതുക്കെ നടന്നു കയറുകയാണ്. ലിഫ്റ്റ് സംവിധാനങ്ങളുണ്ട്. ഈ ഭാഗം ഓർക്കിഡ് പുഷ്പങ്ങളുടെ മേഖലയാണ്. അതിഗംഭീരമായ മനോഹരമായ പൂക്കളാണ് എങ്ങും. ചില രൂപങ്ങൾ, മൃഗങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ക്യാമറയ്ക്ക് വിശ്രമം കിട്ടാത്ത മേഖല. അതിമനോഹര ദൃശ്യങ്ങൾ. ഒരു കൊടും കാടിലൂടെ നടന്നു പോകുന്ന ഫീലാണ് ഈ ക്ലൗഡ് ഫോറസ്റ്റിനുള്ളിലൂടെ നടന്നു പോകുമ്പോൾ. ഒറിജിനലായിട്ടുള്ളതും ആർട്ടിഫിഷ്യലായിട്ടുള്ളതുമായിട്ടുള്ള രൂപങ്ങളെല്ലാം നമുക്ക് ഫോട്ടോയിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം. ഏതാണ് ഒറിജിനൽ, ഏതാണ് ആർട്ടിഫിഷ്യൽ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ഈ കെട്ടിടത്തിൻ്റെ വാക്ക് വേയിലൂടെ നടന്ന് മുകളിലെ അറ്റം വരെ ചെല്ലണം. ഒരുപാട് നിലകളുള്ള ഒരു കെട്ടിടമാണിത്. ചുറ്റും ഗ്ലാസ്
ആവരണമുള്ളതിനാൽ നല്ല വെളിച്ചമുണ്ട്. പുറത്തും നല്ല മഴയാണ്. അകത്തെ വെള്ളച്ചാട്ടവും കൂടി കാഴ്ചകൾ മനോഹരമാക്കുന്നു. ചില ഷോകൾ ഇവിടെ നടക്കുന്നുണ്ട്. ചവിട്ടുന്നിടത്ത് വെള്ളത്തിൽ നിൽക്കുന്ന പോലെയുള്ള ഫീൽ വരുന്ന ചില മേഖലകൾ. ക്രിസ്റ്റൽ മൗണ്ടൻ. ഇനി തിരിച്ചിറക്കമാണ്. മഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്നു. ആർട്ടിഫിഷ്യലായി മഞ്ഞ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. കുട്ടികളും വലിയവരും എല്ലാം നന്നായി ആസ്വദിക്കുന്നുണ്ട് ഈ മഞ്ഞും ഈ കാടും എല്ലാം. ക്ലൗഡ് ഫോറസ്റ്റ് തിയേറ്ററിൽ കുറച്ചു നേരം ചിലവഴിച്ചു. മുന്നോട്ട് തന്നെ നീങ്ങി. ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള ഷോകൾ കാണാൻ സാധിക്കും. ഒരു അരിയിലൂടെ നടക്കുന്ന അനുഭവമാണ് ഇതിലൂടെ നടക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഏതാണ്ട് കാഴ്ചകൾ പൂർത്തീകരിച്ച് ഇനി പുറത്തേക്കുള്ള യാത്ര. ഇനി തിരിച്ച് ഹോട്ടലിലേക്ക് പോകണം. മറീന ബേ സാൻഡ്സ് എന്ന വലിയ ഹോട്ടലിന് സമീപത്ത് നിന്നാണ് ഞങ്ങളെ പിക്ക് ചെയ്യാം എന്ന് ട്രാവൽ ഏജൻറ്റ് ഏറ്റിട്ടുള്ളത്. അതിൻ്റെ അടുക്കിലേക്ക് നടന്നെത്തണം. മഴ പെയ്തു മാറിയെങ്കിലും ചെറിയ ചൂടുള്ള കാലാവസ്ഥയാണ്. എങ്കിലും നല്ല ഒരു ആംബിയൻസ് ഈ ഭാഗങ്ങളിലുണ്ട്. സിംഗപ്പൂർ പട്ടണത്തിന് നടുവിലാണ് ഈ ജലാശയവും ഈ കാടുമെല്ലാം എന്ന് വിചാരിക്കുക പോലും സാധ്യമല്ല. മറീന ബേ സാൻഡ്സ് 3 ടവറുകളിലുള്ള ഏതാണ്ട് 2500ഓളം മുറികളുള്ള ഹോട്ടൽ സമുച്ചയമാണിത്. ഇതിൻ്റെ മുകളിലുള്ള കാണുന്ന സ്കൈ പാർക്ക്, അതാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ. ഹോട്ടലിലെ താമസക്കാരല്ലാത്ത ആളുകൾക്ക് ഒരു ചെറിയ തുക കൊടുത്തുകൊണ്ട് അവിടെ മുകളിൽ പോയി ഫോട്ടോ ഒക്കെ എടുക്കാൻ സാധിക്കും. എന്തായാലും വളരെ ഭംഗിയുള്ള ഒരു കെട്ടിടമാണ് ഇത്. സിംഗപ്പൂരിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും കാണാവുന്ന രീതിയിൽ നിൽക്കുന്ന ഈ മറീന ബേ സാൻഡ്സ്. ഹോട്ടൽ ബോസിലെ റൂം വെക്കേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങിയത്. ലഗേജെല്ലാം അവിടെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ലഞ്ചിന് ശേഷം കുറച്ച് ഷോപ്പിംഗ് നടത്തി വൈകുന്നേരം 7 മണിയോട് കൂടിയിട്ട് എയർപോർട്ടിൽ എത്തിച്ചേരേണ്ടതുണ്ട്. നാല് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം ചങ്കി എയർപോർട്ടിൽ നിന്നും മടക്കയാത്ര. ഒരിക്കൽ കൂടി സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കിട്ടിയ അവസരം. 12 സുഹൃത്തുക്കളോടൊപ്പമുള്ള സന്തോഷം മാത്രം നൽകിയ 4 ദിനങ്ങൾ. തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് അതിൻ്റെ സന്തോഷം വേറെയും. അങ്ങനെ ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഇനിയും കൂടുതൽ വീഡിയോകളുമായിട്ട് നിങ്ങളിലേക്ക് ഞാൻ എത്തുന്നതാണ്. കണ്ട് പ്രോത്സാഹിപ്പിക്കുക. സ്നേഹപൂർവം, സാബു വെള്ളാരപ്പള്ളി.